ഹലോ എവ്രി വൺ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്കായിരിക്കും കെമിയോ ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളതാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ലൈറ്റ് റിയാക്ഷനിൽ ATPയും അതുപോലെ NADPHും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ PS2 എന്ന് എഴുതിയിരിക്കുന്നത് ഫോട്ടോ സിസ്റ്റം 2 ആണ്, ഇത് ഫോട്ടോ സിസ്റ്റം 1 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലെക്സ് ഉണ്ട് നിയർ PS2. അപ്പോൾ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ്, നമുക്കറിയാം. അങ്ങനെ അവർ ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, അതിനോടൊപ്പം അവർ ഭക്ഷണം ഉണ്ടാക്കുന്നു. അതാണല്ലോ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ലൈറ്റ് യൂസ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് നമ്മളിതിനെ ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ എന്ന് പറയും. അങ്ങനെയാണ് അവർ ATP ഉണ്ടാക്കുന്നത്. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്നത്, അതായത് എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റ് വന്നിട്ട് PS2 ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിനകത്തുള്ള പിഗ്മെൻറ്റ്സ് ഒക്കെ എക്സൈറ്റഡ് ആവുകയും അവർ ആ എനർജി മുകളിലുള്ള ഏറ്റവും ടോപ്പിലുള്ള ഇലക്ട്രോൺ അക്സെപ്റ്റർക്ക് കൊടുത്തിട്ട് ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്ന് ഓരോരോ ഇലക്ട്രോൺ കാരിയേഴ്സായി അതിങ്ങനെ ട്രാവൽ ചെയ്ത് PS1 എത്തുകയാണ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ അവർ ATP ഉണ്ടാക്കുന്നുണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏത് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ATP എക്സാക്ട്ലി എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന് എന്താണ് കാരണം? അപ്പം അതിന് കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഒരു പ്രോട്ടോൺ അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. ഈ പിങ്ക് കളറിൽ നിങ്ങളിവിടെ കാണുന്നത് ഒരു തൈലക്കോയിഡാണ്. ഈ തൈലക്കോയിഡ് എന്ന് പറയുന്നത്, അതിനൊരു ല്യൂമൻ ഉണ്ട്. ഇതാണ് ല്യൂമൻ ഓഫ് തൈലക്കോയിഡ്. അതിൻ്റെ പുറത്തുള്ള ഭാഗം ഇതിനെ നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നു. കാരണം തൈലക്കോയിഡൊക്കെ വരുന്നത് ഗ്രാനൈഡ് അകത്താണ്, അല്ലേ? ഈ പുറത്തുള്ളത് സ്ട്രോമയാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് വരുന്നു, ഇലക്ട്രോൺസ് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെ ഫൈനലി PS1 എത്തുന്നു. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് ഒരു പ്രോട്ടോൺ അക്യുമുലേഷൻ ഉണ്ടാകുന്നുണ്ട്. അക്യുമുലേഷൻ ഇൻ ദ സെൻസ്, ഇവിടെ ഒരു ഹൈ ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റും താഴെ, അതായത് സ്ട്രോമയിൽ ഒരു ലോ ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റാണ് ഉണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺസ് H+ അയൺസ് അകത്ത് കൂടുതലും പുറത്ത് കുറവുമാവും. അപ്പോൾ അതിനെ നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയും. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ H+ അയൺസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ആക്ച്വൽ റീസൺ എന്തൊക്കെയാണ് റീസൺ എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ABC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തെ പേജിലൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എനിവേ, അപ്പോൾ ഞാൻ അതിനുള്ള റീസൺസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം, ഓസ്മോസിസ് എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്. മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഫ്രം എ റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൺ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ, അതിനെ നമ്മൾ ഓസ്മോസിസ് എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മളിതിന് കെമിയോ ഓസ്മോട്ടിക് ഹൈപ്പോതെസിസ് എന്നാണ് പറയുന്നത്. ഇത് പ്രപ്പോസ് ചെയ്തത് പീറ്റർ മിഷൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോവുക. എന്താണ് ഇവിടെ ഹയർ കോൺസെൻട്രേഷനിലുള്ളത്? പ്രോട്ടോൺസ് ആണ് ഹയർ കോൺസെൻട്രേഷനിലുള്ളത്. അപ്പോൾ ഈ പ്രോട്ടോൺസ് ഇവിടെ കൂടുതലും ഇവിടെ കുറവാകുമ്പോൾ ഇവിടുന്ന് എന്തായാലും അവർക്ക് ഇങ്ങോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി വരും. പക്ഷേ ഇങ്ങനെ ഇവിടെ പ്രോട്ടോൺസ് കൂടാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ABC എന്ന് പറഞ്ഞ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, PS2 അടുത്താണ് വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലെക്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ H2O സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ സംഭവിക്കുമ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഇലക്ട്രോൺസും ഉണ്ടാവും. ഈ ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ കാരിയേഴ്സ് കൊണ്ടുപോകും. പക്ഷെ പ്രോട്ടോൺസിന് കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പോൾ അതിവിടെ അക്യുമുലേറ്റ് ആയി. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, ഇവിടെ ഒരു PQ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാസ്റ്റോക്വിനോൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ പ്ലാസ്റ്റോക്വിനോണിന് ഇലക്ട്രോൺസും ഇഷ്ടമാണ്, അതേപോലെ തന്നെ ഹൈഡ്രജൻ പ്രോട്ടോണും ഇഷ്ടമാണ്. അപ്പോൾ അത് ഹൈഡ്രജനെ അല്ലെങ്കിൽ പ്രോട്ടോൺസിനെ സ്ട്രോമയിൽ നിന്ന് എടുക്കും. ഇവിടുന്ന് ഇലക്ട്രോൺസും എടുക്കുന്നു, ഇവിടുന്ന് പ്രോട്ടോൺസും എടുക്കുന്നു, രണ്ടും ഒന്നിച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ PQന് ഒരു H+ അയൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ പ്ലാസ്റ്റോക്വിനോൾ എന്നാണ് പറയുക. PQH2 ആയി മാറും. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ കിട്ടുന്നു, ഇവിടുന്ന് പ്രോട്ടോൺ കിട്ടുന്നു. ഈ പ്രോട്ടോണിനെ സ്ട്രോമയിൽ നിന്നാണ് എടുത്തത്. സ്ട്രോമയിൽ നിന്ന് എടുത്തിട്ട് ഈ PQ അതിനെ ലൂമനിലേക്ക് കൊണ്ടുവന്നിടും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന H+ അയൺസിനെ ഇവിടെ കൊണ്ടുവന്നിട്ടു, ഇലക്ട്രോൺസിനെ അങ്ങോട്ടും കൊടുത്തു. ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോടൊപ്പം പ്രോട്ടോൺസിനെ ലൂമനിലേക്ക് ഇവിടെ കൊണ്ടുവന്നിടും. ഇതാണ് പോയിന്റ് Bയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, നൗ സെക്കൻഡ് റീസൺ ആയല്ലോ. ഒന്നാമത്തെ റീസൺ വാട്ടർ സ്പ്ലിറ്റിംഗ്, രണ്ടാമത്തെ റീസൺ PQ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്കറിയാം NADP H+ അയൺസിൻ്റെ കൂടെ ചേർന്നിട്ട് NADPH ആയി മാറുന്നുണ്ട്. ഈ H+ അയൺസിനെ നമ്മൾ എടുക്കുന്നത് സ്ട്രോമയിലുള്ള H+ അയൺസ് ആണ്, ലൂമനിലുള്ളതല്ല. അപ്പോൾ ആരും ഇതിനെ എടുക്കാനില്ല, H+ അയൺസിനെ എടുക്കാൻ ആരുമില്ല. അപ്പോൾ ലൂമനിൽ H+ അയൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺ അധികമാവും.
അങ്ങനെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഒരുപാട് പ്രോട്ടോൺ, പുറത്ത് വളരെ കുറവ് ലോ H+ അയൺ. ഈ സമയത്ത് ഈ H+ അയൺസിൽ ഓസ്മോട്ടിക്, നമുക്കറിയാം ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ്മെൻറ്റിന്, അതായത് മോളിക്യൂൾസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ ഈ H+ അയൺസിന് ഇവിടുന്ന് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്, പക്ഷെ അവർക്ക് കടന്നു പോകാൻ ഒരു വഴിയുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ 5 അല്ലെങ്കിൽ ATP സിന്തേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോംപ്ലക്സ് ഉണ്ട്. അതിന് 2 കോമ്പോണൻസ് ഉള്ളത് CF0യും CF1ഉം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ H+ അയൺസ് ഇതുവഴി പുറത്തേക്ക് പോകും. ഇതുവഴി പുറത്ത് പോകുമ്പോൾ ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് +1 ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ചേർന്നിട്ട് ഒരു ATP മോളിക്യൂൾ ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് ATP ഉണ്ടാവുന്നത്. ഓക്കെ, ഇങ്ങനെ ATP ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോതെസിസിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.